വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്തുണയുമായി ബിജെപി. വെള്ളാപ്പള്ളി പറഞ്ഞ വസ്തുതകളാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് റിപ്പോർട്ടറിനോട്. വസ്തുതകളെ വർഗീയവാദമാക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. കേരളത്തിൽ വളർന്നുവരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ തന്ത്രമാണിത്. ഭരണകൂടത്തിന്റെ വർഗീയതയാണ് വെള്ളാപ്പള്ളി പറഞ്ഞതെന്നും എസ് സുരേഷ് പറഞ്ഞു. ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുന്നുണ്ട്. പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ബിജെപി പൂർണ്ണമായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കുകയാണോ? പലതരത്തിലുള്ള ചർച്ചകൾ, വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അല്ല, ജനാധിപത്യ രീതിയിൽ ഒരാളിന് തന്റെ അഭിപ്രായം പറയാനും താൻ പ്രതിനിധീകരിക്കുന്ന സമുദായത്തിന്റെ അഭിപ്രായം പറയാനും വസ്തുതകൾ ജനസമക്ഷം അവതരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ഇത് താലിബാനോ കമ്മ്യൂണിസ്റ്റ് ചൈനയോ അല്ല, ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവതരിപ്പിച്ച ആ വിഷയം, അതിന്റെ വസ്തുതകളാണ് ചർച്ച ചെയ്യേണ്ടത്. അതിന് വസ്തുതകൾ പറയുമ്പോൾ വർഗീയവാദി എന്ന് വിളിക്കരുത്. വെള്ളാപ്പള്ളി നടേശൻ ചില വസ്തുതകൾ, അദ്ദേഹത്തിന്റെ സമുദായത്തെ ബാധിക്കുന്ന ചില വസ്തുതകൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചു. നിങ്ങൾ കേട്ടത് ടോർച്ച് സുരയുടെ പ്രതികരണമാണ്. വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്ന് വിളിക്കരുത് എന്നാണ് ടോർച്ച് സുര പറയുന്നത്. ടോർച്ച് സുരയോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ വീട്ടിലുള്ള അച്ചിയോട് പോയി പറ, ഞങ്ങൾ വീണ്ടും വീണ്ടും വിളിക്കും. അയാൾ പച്ച വർഗീയവാദിയാണ്, വർഗീയ വിഷജന്തുവാണ്. അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ എന്ന കള്ള് കച്ചവടക്കാരനെ വിളിക്കാൻ മറ്റൊരു പേരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുപോലെ തന്നെ AK ബാലൻ സഖാവിൻ്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. എന്താണ് പറയുന്നത്? വെള്ളാപ്പള്ളി ന്യൂനപക്ഷത്തെ അധിക്ഷേപിച്ചിട്ടില്ല, വിമർശനം ലീഗിനെതിരെയാണ്. വെള്ളാപ്പള്ളി ന്യൂനപക്ഷത്തെ, മുസ്ലിം സമുദായത്തെ വിമർശിച്ചിട്ടില്ല, അധിക്ഷേപിച്ചിട്ടില്ല, വിമർശനമൊക്കെ മുസ്ലിം ലീഗിനെതിരെയാണ് എന്നാണ് ആര് പറയുന്നത്? AK ബാലൻ പറയുന്നത്. സഖാവിനോടും സംഘിയോടും പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾക്കിത് കുറച്ച് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? വെള്ളാപ്പള്ളി ഇത്ര വലിയ വിശുദ്ധനാണ് എന്നുള്ളത് സഖാവും സംഘിയും ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. സഖാവിനോടും സംഘിയോടും പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളെപ്പോലെ ചാണകവും മൂത്രവും നക്കുന്ന ആളുകളല്ല, നല്ല ഒന്നാന്തരം മര്യാഹാരം കഴിക്കുന്നവരാണ്. അത് മാത്രവുമല്ല, ഈ പറയുന്ന RSSകാരൻ്റെ കുണ്ടി നക്കി കൊടുക്കുന്ന ഏർപ്പാട്, ചാണകം തിന്നവൻ തൂറുന്നത് ചാണകമല്ലാതെ മറ്റൊന്നും ആകൂലല്ലോ, ആ തീട്ടം നക്കി കൊടുക്കുന്ന ഏർപ്പാട് സഖാക്കൾക്ക് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾക്കാർക്കുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സഖാവും സംഘിയും വരണ്ട. നിങ്ങളുടെ പാരമ്പര്യം ഷൂ നക്കിയവൻ്റെയാണ്, നിങ്ങളുടെ പാരമ്പര്യം വിദ്വേഷത്തിൻ്റെയാണ്, വർഗീയതയാണ്, തമ്മിലടിപ്പിക്കുന്നതിൻ്റെയാണ്, പച്ച നുണകളുടേതാണ്. അതിനപ്പുറം നിങ്ങളുടെയൊക്കെ പാരമ്പര്യം ഷൂ നക്കിയവൻ്റെയും കുണ്ടി നക്കിയവൻ്റെവനുമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പഠന ക്ലാസ് ഞങ്ങൾക്കാർക്കും വേണ്ട. കാരണം തിന്നുന്നത് അരിയാഹാരമായതുകൊണ്ട് ഒരാൾ എന്ത് പറയുന്നു, ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടറിയാനും കേട്ടറിയാനുമുള്ള വിവേചനപൂർണമായ വിവേകം മുസ്ലിം സമുദായത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് വെള്ളാപ്പള്ളി ഇന്നതാണ് പറഞ്ഞത് എന്ന് അത് ഞങ്ങൾ കേട്ട് കഴിയുമ്പോൾ, അല്ല അത് നിങ്ങൾ കേട്ടതല്ല, വെള്ളാപ്പള്ളി പറഞ്ഞത് മറ്റൊന്നാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങളെ മനസ്സിലാക്കേണ്ട ഗതികേടിലല്ല മുസ്ലിം സമുദായമുള്ളത് എന്നുള്ളത് ബാലനാണെങ്കിലും സുരയാണെങ്കിലും ഉള്ളി സുരയാണെങ്കിലും ടോർച്ച് സുരയാണെങ്കിലും അതിന് ഏത് മുഴുത്ത സംഘ് പരിവാറുകാരനാണെങ്കിലും, ഇനി അതല്ല അവൻ്റെ കുണ്ടി നക്കി കൊടുക്കുന്ന സഖാവാണെങ്കിലും ശരി, ഇങ്ങോട്ട് ഈ ക്ലാസ് വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. കള്ള് കച്ചവടക്കാരൻ വർഗീയവാദിയാണ് എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ച് പറയാൻ ഞങ്ങൾക്ക് ഒരുത്തൻ്റെയും സർട്ടിഫിക്കറ്റോ പെർമിറ്റോ ആവശ്യമില്ല. മനസ്സിലായില്ലേ? വർഗീയവാദിയെ, പച്ചവർഗീയവാദിയെ വർഗീയ വിഷജന്തു എന്ന് തന്നെ പറയും. ആ വർഗീയ വിഷജന്തു ഇരിക്കുന്ന ഇടം പിണറായി വിജയന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിക്കിടക്കുകയാണ് എന്നും വീണ്ടും വിളിച്ചു പറയും. ആ വർഗീയ വിഷജന്തുവിനെ അവൻ മരിച്ചാലും വർഗീയ വിഷജന്തു എന്ന് തന്നെ വിളിക്കുകയുള്ളൂ. അതല്ലാതെ വർഗീയ വിഷജന്തുവായ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കള്ളുകച്ചവടക്കാരനെ തോളിൽ കയറ്റി കൊണ്ടു നടക്കേണ്ട ഗതികേട് മുസ്ലിം സമുദായത്തിനില്ല. അത് ഈഴവ സമുദായത്തെ ഒന്നടങ്കമല്ല പറയുന്നത്,
പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന RSSന്റെ ഒറ്റുകാരനെയാണ്. അത്രയേ ഉള്ളൂ. വെള്ളാപ്പള്ളി പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. വെള്ളാപ്പള്ളിയെ സന്ദർശിക്കുന്നവരും വെള്ളാപ്പള്ളിയെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നവരും വെള്ളാപ്പള്ളിയെ പിന്താങ്ങുന്നവരുമൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. അത് മറ്റൊരാളുടെ ട്രാൻസ്ലേഷനോ എക്സ്പ്ലനേഷനുകളോ ഒന്നും ആവശ്യമില്ലാതെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുമുണ്ട്. അതിന് ഇത്തരത്തിൽ സുരമാരുടെ AK ബാലൻ്റെ ഒന്നും എക്സ്പ്ലനേഷനുകൾക്ക് ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇവിടെ മുസ്ലിം സമുദായം ഒന്നടങ്കം എന്തോ വലിയ മണ്ടന്മാരാണെന്നാണ് ബാലൻ ധരിച്ചിരിക്കുന്നത്. ബാലൻ പറഞ്ഞു തരികയാണ്. എന്താ ബാലൻ പറഞ്ഞു തരുന്നത്? മുസ്ലിം സമുദായത്തെ അല്ല പറയുന്നത്, മലപ്പുറത്തെയാണ് പറയുന്നത്. ബാലനോട് പറയാനുള്ളത് AKG സെൻറ്ററിലോ അതല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അച്ചിയോടോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മക്കളോടോ ഒക്കെ ഈ ക്ലാസ്സുകളൊന്ന് എടുത്തു കൊടുക്കുക. അതല്ലാതെ ബാലൻ്റെ ക്ലാസ് എടുപ്പ് മുസ്ലിം സമുദായത്തിന് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മുസ്ലിം സമുദായത്തിന് വേണ്ട ക്ലാസ്സുകളൊക്കെ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ വേണ്ട രീതിയിൽ അവരെ കൈകാര്യം ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്ര മാത്രമേ അറിയാനുള്ളൂ. കാരണം ഒരു മാൻഹോളിൽ വീണ് മറ്റൊരു അതിഥി തൊഴിലാളിയെ രക്ഷിക്കാൻ വേണ്ടി മാൻഹോളിൽ ഇറങ്ങി തൻ്റെ ജീവിതം കൂടി നഷ്ടപ്പെടുത്തിയ കോഴിക്കോട്ടെ ഒരു ഓട്ടോറിക്ഷക്കാരനെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അന്നത്തെ സർക്കാർ ഒരു ധനസഹായം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ പോലും വർഗീയമായി കണ്ട വെള്ളാപ്പള്ളി നടേശൻ, ആ നടേശനോട് നമുക്ക് പറയാനുള്ളത്, നടേശ, കള്ള് കച്ചവടക്കാരാ, ബ്ലേഡ് മാഫിയക്കാരാ, പലിശക്കാരാ, വട്ടിപ്പലിശക്കാരാ, നീ ഒരു വർഗീയവാദി മാത്രമാണ്. അത് മാത്രമാണ് നിന്റെ നാവ് പുഴുവരിച്ച പുഴുത്തു നാറിയ വർഗീയ വിഷത്തിൻ്റെതാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ആർക്കൊക്കെ പൊള്ളിയാലും ശരി, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വർഗീയവാദിയെ ഇനിയും വർഗീയവാദി എന്ന് തന്നെ വിളിക്കും. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വർഗീയ വിഷജന്തുവിനെ വർഗീയ വിഷജന്തു എന്ന് തന്നെ വിളിക്കും. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പിമ്പിനെ പൊളിറ്റിക്കൽ പിമ്പ് എന്ന് തന്നെ വിളിക്കും. അതിന് ആരുടെയും പെർമിഷൻ്റെ അവകാശമോ സമ്മതമോ ഒന്നും കാത്തിരിക്കില്ല. അതിനുവേണ്ടി കൈനീട്ടുകയുമില്ല. നിങ്ങളുടെ ഒരാളുടെയും തന്തയുടെ സ്വത്തല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഈ രാജ്യത്തുള്ള എല്ലാവരുടേതുമാണ് ഇന്ത്യ. അതുകൊണ്ട് വർഗീയ വിഷജന്തുവിനെ വർഗീയ വിഷജന്തു എന്ന് തന്നെ വിളിക്കാനാണ് തീരുമാനം. അത് വിളിക്കുമ്പോൾ പലർക്കും പൊള്ളുന്നുണ്ടാവും. പൊള്ളിയാലും കുഴപ്പമില്ല. പലർക്കും വേദനിക്കുന്നുണ്ടാവും. കൊണ്ടു നടക്കുന്നവർക്കും പാലൂട്ടുന്നവർക്കും കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നവർക്കും കഴുത്തിൽ ചുറ്റിക്കൊണ്ട് നടക്കുന്നവർക്കും ഒക്കെ പൊള്ളുന്നുണ്ടാകും. എത്രമാത്രം പൊള്ളിയാലും വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു മുഴുത്ത വർഗീയവാദി, കറകളഞ്ഞ വർഗീയവാദി എന്ന് മാത്രമേ അയാളെ വിശേഷിപ്പിക്കാനുള്ളൂ. നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. SNDPയുടെ ആളുകൾ പോലും വെള്ളാപ്പള്ളി നടേശനോട് പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. മലപ്പുറത്തിൻ്റെ മണ്ണിൽ വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത് ബാറിനുള്ള അനുമതിയായിരുന്നു. അത് UDF സർക്കാർ നൽകിയില്ല. അതിലരിശം മൂത്ത വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശങ്ങളുമായി ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ആ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് നടക്കുന്നവർ വെറും നാറികളാണ് എന്ന് മാത്രമേ പറയാനിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനെ ഇനി ആരൊക്കെ പാലൂട്ടി വളർത്താൻ ശ്രമിച്ചാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും കാലം നിങ്ങൾ പണിയെടുത്തിട്ടും കേരളത്തിൻ്റെ പൊതുസമൂഹം നിങ്ങളെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ അധികാരത്തിൽ വന്നില്ലേ, ഞങ്ങൾ അവിടെ വിജയിച്ചില്ലേ, ഞങ്ങൾ തൃശ്ശൂരിൽ വിജയിച്ചില്ലേ, ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലേ എന്നൊക്കെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾ അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. തൃശ്ശൂരിൽ വിജയിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇതൊക്കെ പലരും ഇഷ്ടദാനം നൽകിയതാണ് എന്നുള്ളതും ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരു സംശയവുമില്ലാതെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച വിഭാഗമാണ് സംഘ് പരിവാർ എന്ന് പറയുന്നത്. ആ സംഘ് പരിവാറിൻ്റെ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മതത്തിന് വേണ്ടിയോ വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി എന്ന് വിളിക്കാൻ ഞങ്ങളാരും നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നില്ല, അല്ലെങ്കിൽ സമ്മതപത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല. കൊണ്ട് നടക്കുന്നവർക്ക് ഇനിയും കൊണ്ട് നടക്കാം.
അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. വെള്ളാപ്പള്ളി നടേശൻ എത്രത്തോളം വർഗീയത തുപ്പിയാലും ആ വർഗീയതയെ വർഗീയതയായി കാണുവാനുള്ള ഒരു ബോധം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ടോർച്ച് സുര പറഞ്ഞ ഈ പറയുന്ന വസ്തുതകൾ, ആ വസ്തുതകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിൽ മുസ്ലിം സമുദായത്തിന് ലഭിക്കേണ്ട പല വസ്തുതകളും പല അവകാശങ്ങളും തട്ടിയെടുത്ത് കൊണ്ടു നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. മുസ്ലിം സമുദായം ആരുടെയും ഒന്നിലും കൈവിട്ട് വാരാൻ ഇന്ന് വരെ ശ്രമിച്ചിട്ടുമില്ല, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുമില്ല എന്നുള്ളതേ പറഞ്ഞു വെക്കാനുള്ളൂ. ഡാറ്റകൾ ഒരുപാടുണ്ട് പറയാൻ. ആ ഡാറ്റകളെക്കുറിച്ച് ഒരു തുറന്ന സംവാദത്തിനാണെങ്കിൽ അതിനും തയ്യാറാണ്. എല്ലാ ഡാറ്റകളും നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റകളും കൈവശമുണ്ട്. അതും വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു സംവാദത്തിനാണെങ്കിൽ അതിനും തയ്യാറാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് സ്കൂൾ തുടങ്ങാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നാണ്. എന്തേ നടേശ, 10 വർഷം കുണ്ടി നക്കി നടന്നില്ല വിജയൻ്റെ, എന്നിട്ടെന്തേ ആ 10 വർഷത്തിൽ എന്തെങ്കിലും തുടങ്ങാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അതിനും നടേശന് മറുപടിയില്ല. അപ്പോൾ നടേശൻ്റെ പ്രശ്നം അനുവാദമോ പെർമിറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നുമല്ല. നടേശൻ നിൽക്കുന്നത് മറ്റു പലതിലുമൊക്കെയുമാണ്. ബാറുകൾ ലഹരിക്കടിമപ്പെടുത്തി ഒരു സമുദായത്തെ നശിപ്പിക്കുവാനുള്ള വലിയ ശ്രമങ്ങളാണ്, ഉന്മൂലനം ചെയ്യുവാനുള്ള വലിയ ശ്രമങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ്.